ഇന്ന് പകലിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. സഭയായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ നമ്മളെ കർത്താവ് ഒരുക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ്. കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡേറ്റ് ഒന്നും കണ്ടുപിടിച്ചില്ല, പക്ഷേ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ എന്ന് കർത്താവ് വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഡേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അത്രയും വിഷമിക്കേണ്ട. കാരണം എന്ന് വേണമെങ്കിലും കർത്താവ് വരും. പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഡേറ്റ് അല്ല നമുക്ക് വിഷയം. ഇന്ന് വന്നാലും എന്ന് വേണമെങ്കിലും വരും. ഇന്ന് വന്നാലും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വരമായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതായത് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു, ഇവിടെ ജീവിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. അതിനാ കർത്താവ് വന്നതെന്നാണ് പറഞ്ഞത്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്ര ഞാൻ വന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, കർത്താവ് ഇങ്ങോട്ട് വന്നത് തന്നെ ക്രൂശിക്കപ്പെടാനാണ്. കാനാവിൽ കല്യാണത്തിന് വെള്ളം അവിടെ വീഞ്ഞില്ലാഞ്ഞപ്പം വെള്ളം വീഞ്ഞാക്കി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇതൊക്കെ കർത്താവ് ചെയ്തു. പക്ഷേ കർത്താവ് വന്നത് അതിനൊന്നുമല്ല. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണ്? അത്ഭുതം കാണിക്കാനൊന്നുമല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ. അങ്ങനെ കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, അവൻ അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു. ലോകത്തിൽ ഒരു കല്ലറ മാത്രമേ ഇന്നും തുറന്നു കിടപ്പുള്ളൂ, അത് യേശുവിൻ്റെ കല്ലറയാണ്. ബാക്കിയുള്ള എല്ലാ കല്ലറ അടച്ചു, കാര്യം തീർന്നു. ഇനി ഇടയ്ക്ക് കർത്താവ് ഉയിർപ്പിച്ച ആളുകൾ പോലും പിന്നെയും മരിച്ചു. ഇപ്പം ലാസറിനെ കർത്താവ് ഉയിർപ്പിച്ചു. ലാസർ എന്തിയേ? ലാസർ പിന്നെയും മരിച്ചു. പക്ഷേ യേശു കർത്താവ് മരിച്ചിട്ട് അവൻ ഉയിർത്തെഴുന്നേറ്റു. അവൻ പിന്നീട് മരിച്ചില്ല, അവൻ മരിക്കുകയില്ല, ഉയിർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവിടുത്തെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. അതാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ അത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു, അവസരങ്ങളെ കൊണ്ടുവന്നു. എന്തൊക്കെ അവസരങ്ങളാണ്? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. പാപങ്ങളിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് വന്നു. അതുകൊണ്ടാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ യേശുവിനെ നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റിയതുകൊണ്ട്, അവനെ കൈക്കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് റിസീവ് ഹിം ഇൻസൈഡ് എന്നർത്ഥമാണ് അവിടെ. അല്ലാതെ എപ്പോഴെങ്കിലും കൈയൊന്ന് പൊക്കി ഏറ്റു പറഞ്ഞു എന്ന് മാത്രമല്ല. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ജസ്റ്റ് ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നില്ല. ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തണം. അവിടുന്ന് നമ്മളെ ഭരിക്കണം. അങ്ങനെ യേശു എന്നെ ഭരിക്കാൻ ഞാൻ യേശുവിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും യേശു എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചത് രക്തത്താലല്ല, പുരുഷൻ്റെ ഇച്ഛയാലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൈവ മക്കളാകുന്നത്. വീണ്ടും ജനിക്കാത്ത ആരും ദൈവമക്കളല്ല. പള്ളി വന്നതുകൊണ്ട് ദൈവമക്കളാകത്തില്ല, ഒന്നുമില്ല. പള്ളി വരണം, പാട്ട് പാടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവവചനം വായിച്ചത് കൊണ്ടോ നമ്മൾ ദൈവ മക്കളാകണമെന്നില്ല. ദൈവ മക്കളാകുന്നത് എപ്പോഴാണ്? യേശുവിനെ നമ്മുടെ ഉള്ളിൽ കയറ്റിയിരുത്തി യേശു നമ്മളെ ഭരിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ദൈവ മക്കളാകുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അഥവാ അവനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു,
നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവം നമ്മുടെ പിതാവായി എന്ന് തന്നെയല്ല, ആ മക്കളായ നമ്മളെ അവൻ മണവാട്ടിയാക്കി. ആ മണവാട്ടി, നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയാണ്. അത് ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെ മണവാട്ടിയാക്കി. ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ വരവിൽ സംഭവിച്ചതാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. ഇല്ലേ? അപ്പോൾ മണവാട്ടിയാക്കി എന്നുള്ളത് ഒന്നാമത്തെ വരവിൻ്റെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ആ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാര്യം അതാണ്. കാന്തയുടെ കല്യാണം വന്നിരിക്കുന്നു. കാന്ത തന്നെ തന്നെ ഒരുക്കി. അപ്പം ആ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണമെന്നാണ് പറയുന്നത്. കാന്ത തന്നെ തന്നെ ഒരുക്കി. നമ്മളെ കാന്തയാക്കിയത് കർത്താവാണ്. പക്ഷേ ഒരുങ്ങുക എന്നുള്ളത് അതിനകത്ത് നമ്മുടെ ചുമതലയും ഉണ്ട്. കർത്താവ് സഹായിക്കും, ഇല്ലെന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ഇല്ലെന്നല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കാന്തയും തന്നെത്താൻ ഒരുക്കി. ഇല്ലേ? നമ്മൾ ഒരുങ്ങണം. നമ്മളെ കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. അപ്പോൾ ആ ഒരുങ്ങുന്ന വ്യക്തികളെയാണ് കർത്താവ് ചേർക്കുന്നത്, ഒരുങ്ങാത്തവരെ അല്ല. ഒരുങ്ങാത്തവർ ചേർക്കപ്പെടുന്നില്ല. ശരിക്കും 10 കന്യകമാരുടെ ഉപമയിൽ നമ്മൾ കാണുന്നത് എല്ലാവരും കാത്തിരുന്നു, പക്ഷേ ഒരുക്കമുള്ള 5 പേരെ ഉള്ളായിരുന്നു. അവർ എണ്ണയും കൂടെ കരുതി. ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരുക്കമുള്ളവരെയാണ് കർത്താവ് ചേർക്കുവാൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ നമ്മളെ മണവാട്ടിയാക്കിയെങ്കിൽ, രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് അത് ഓപ്പർച്യൂണിറ്റീസ് അല്ല കൊണ്ടുവരുന്നത്, പ്രത്യുത ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. ഇനി ആർക്കും മണവാട്ടി ആകാനൊന്നും പറ്റത്തില്ല. മണവാട്ടി ആയവർക്ക് കർത്താവിൻ്റെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടാം, കാന്തനോട് ചേർന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. കാന്തനോട് ചേർന്ന്, കാന്ത യുഗായുഗം വസിക്കുന്ന വാഴുന്ന അവസ്ഥ. നമ്മൾ അതിനുവേണ്ടിയായി കാത്തിരിക്കുന്നതെല്ലാം. അപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. എനിക്കതേ ഉള്ളൂ പ്രത്യാശ. എനിക്ക് വേറെ എന്താ പ്രത്യാശയാണ്? എനിക്ക് ആകെപ്പാടെയുള്ള പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. എനിക്ക് ഈ ഭൂമിയിലെ ഭൗമിക കാര്യങ്ങളൊന്നുമല്ല എൻ്റെ കാര്യങ്ങൾ. എനിക്ക് നമ്മൾ പഠിച്ചതുപോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 18-ാം വാക്യം നമ്മൾ കാണുന്നതാണ്. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ പോവുകയല്ല, നമ്മൾ അതിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ അവൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവനെപ്പോലെ ആകണം. അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം നമ്മൾ അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ്. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് അറിയുന്നു. അവൻ വരുമ്പോൾ അവൻ്റെ സദൃശതയിൽ വേണം നമ്മൾ അവനെ കാണാൻ. അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം അവനെ കാണാൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ അവൻ്റെ സദൃശത എന്ന് പറയുന്നത് നിർമ്മലതയാണ്, വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരുങ്ങേണ്ടത് വിശുദ്ധിയിൽ ഒരുങ്ങണം. വിശുദ്ധിയിൽ ഒരുങ്ങണം. നമ്മളെ ഭൂമിയിൽ വിളിച്ചാക്കിയിരിക്കുന്നത് തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതായത് കുറച്ച് സമയം നമുക്ക് തന്നിരിക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ പാപങ്ങൾ മോചിക്കപ്പെട്ടു, നമ്മൾ പാപം ഏറ്റു പറഞ്ഞു, കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമ്മൾ നീതീകരിക്കപ്പെട്ടു. അത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. വി ആർ ഓൾ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ എല്ലാവരും നീതീകരിക്കപ്പെട്ടു. അങ്ങനെ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ റോമലേഖനം 5-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന കാര്യം അതാണ്. സോ വി ഹാവ് ആക്സസ്. അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് ആക്സസ് ഉണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവ് വരാൻ കുറച്ചുകൂടെ നമുക്ക് സമയം തന്നിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്
അതിൻ്റെ അന്ന് തന്നെ വല്ല കാറ് പിടിച്ച് ഞാനങ്ങ് ചാകുകയായിരുന്നെങ്കിൽ നേരെ എനിക്ക് സ്വർഗത്തിലങ്ങ് പോകാമായിരുന്നല്ലോ, അല്ലേ? പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിലങ്ങ് പോകും. എന്നിട്ടും കർത്താവ് എന്താ പിന്നെയും താമസിച്ച്, ഞാനിപ്പോൾ 50 വർഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ട് 50 years ഇതുവരെ കർത്താവ് വന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് കർത്താവ് വരാത്തതിനല്ല, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ ചില കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കണം. അതാ ഒന്ന്. പിന്നെ സുവിശേഷീകരണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും എനിക്ക് കൂടുതൽ അവസരം കിട്ടുകയാണ് അവൻ്റെ വരവിനോട് കുറേ കൂടെ അടുക്കാൻ, കുറേ കൂടെ അവൻ്റെ ആ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം മരിച്ചായിരുന്നെങ്കിലും സ്വർഗത്തിൽ പോകുമായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്ന് ഞാൻ യേശുവിനെ അറിയുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ ഒന്നും രക്ഷിക്കപ്പെട്ട ആ സമയത്ത് ഞാൻ യേശുവിനെ അനുഭവിക്കുന്നില്ല. അതായത് ആ അടുപ്പം അന്നുണ്ടായിരുന്ന അടുപ്പമല്ല. ചിലർ നേരെ തിരിച്ചാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പറയരുത്. ഓ, രക്ഷിക്കപ്പെട്ട അന്നൊക്കെ എന്നാ സന്തോഷമായിരുന്നു, ഇപ്പോഴങ്ങനൊന്നും ഇല്ല, രക്ഷിക്കപ്പെട്ട അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കാര്യത്തിൽ തിരിച്ചാ. അന്ന് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് അന്നുണ്ടായിരുന്നതിൻ്റെ 1000 മടങ്ങ് സന്തോഷം എനിക്കുണ്ട്. ഞാൻ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവിനോട് കുറേ കൂടെ അടുക്കുകയാണ്. അന്ന് എനിക്ക് യേശുവിനെക്കുറിച്ച് എന്താ അറിയാമായിരുന്നത്? എൻ്റെ പാപങ്ങളെ മോചിക്കാൻ കർത്താവ് വന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ലല്ലോ. ഞാൻ കാന്തയാണ്, ഞാൻ അവനെ അനുഭവിക്കുന്നു, ഞാൻ അറിയുന്നു. ഈ യഹൂദന്മാരുടെ ഇടയിലെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് അന്ന് തന്നെ ഭർത്താവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർക്കറിയാമോ? പക്ഷേ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മളെന്താണെന്നറിയാമോ? നമ്മളെ തന്നെ കാന്തന് വേണ്ടി ഒരുക്കുകയാണ്. അത്രയും കാലം കൊണ്ട് കാന്തനെക്കുറിച്ചുള്ള ചിന്തകൾ വളർന്ന് ആ കാന്തനുമായിട്ടുള്ള ആ മാനസിക ഐക്യതയിലേക്ക് വരുന്നത് പോലെ. അങ്ങനെ കർത്താവിൻ്റെ വരവ് താമസിച്ചു. എനിക്ക് കുറേ കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇതൊരു നഷ്ടമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3 ഇതിൽ പറയുന്നത്, നമ്മൾ അവനെ ഇരിക്കുന്നത് പോലെ അവനെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. എന്നിട്ട് അവിടെ പറയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും ഞാൻ കൂടുതൽ നിർമ്മലത. 1000 മീറ്റർ ഓടാൻ ഉള്ള ഒരു ഓട്ടം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ 1000 മീറ്റർ ഓടണമെന്ന് നിർബന്ധമില്ല, പറ്റത്തില്ല. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ കുറേ കൂടെ അടുത്ത്. പൗലോസ് യാത്ര തുടങ്ങുമ്പോൾ പറയുന്നു, ഞാൻ പിടിച്ചുവെന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പിടിക്കാമോ എന്ന് വെച്ച് നിൽക്കുകയല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. ഇന്നലത്തേക്കാൾ നമ്മൾ പാട്ടൊക്കെ, അത് ഈ പഴയ പാട്ടുകളൊക്കെ എന്നാ നല്ല പാട്ടുകളാണ് അല്ലേ? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തതേ എനിക്ക് എത്ര ആനന്ദം നോക്കേ. ഓ, എന്തൊരു സന്തോഷമല്ലേ? കുറേ കൂടെ അടുത്ത്. ഇപ്പോൾ ടാർഗറ്റ് പോയിൻ്റൊക്കെ കണ്ടു തുടങ്ങി.